എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റർ എന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവൻ മരണത്തെ ജയിക്കുന്നതും പ്രത്യാശ നിരാശയെ ജയിക്കുന്നതും വെളിച്ചം ഇരുളിനെ ജയിക്കുന്നതുമായ മഹത്തായ സന്ദേശം നൽകുന്ന ഒരു ദിനമാണ് ഈസ്റ്റർ. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അവസാനമെന്ന് തോന്നുന്ന പലതും ദൈവത്തിന്റെ പദ്ധതിയുടെ പുതിയ തുടക്കമാണ്. ഒരു ഗ്രാമത്തിലെ കർഷകൻ ഒരു വർഷമായി തന്റെ വയലിൽ വിത്തുകൾ വിതച്ചിട്ടും മുളച്ചില്ല. മണ്ണ് വരണ്ടുപോയും മഴയില്ലാതെയായും തീർന്നിരിക്കുന്നു. അദ്ദേഹം നിരാശനായി തീർന്നെങ്കിലും പ്രത്യാശ കൈവിട്ടില്ല. ആ കർഷകൻ വീണ്ടും മണ്ണുഴുതു, വിത്ത് വിതറി കാത്തിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മഴ പെയ്തു. വിത്തുകൾ പതിയെ മുളയ്ക്കുവാൻ തുടങ്ങി. ഒരിക്കൽ മരിച്ചതുപോലെ തോന്നിയ ആ വയൽ പച്ചപ്പായി മാറി. നമ്മുടെ ജീവിതവും ചിലപ്പോഴൊക്കെ ഇപ്രകാരമാണ്. നമുക്ക് തോന്നും എല്ലാം അവസാനിച്ചു, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ. പക്ഷേ ഈസ്റ്റർ നമ്മോട് പറയുന്നു, ദൈവം പ്രവർത്തിക്കുമ്പോൾ മരിച്ചു പോയത് പോലും ജീവിക്കും. ഈ ഈസ്റ്റർ നമ്മോട് പറയുന്ന സന്ദേശം അതാണ്. നിരാശയിൽ പ്രത്യാശ കാണാൻ, പരാജയത്തിൽ പുതിയ അവസരം കാണാൻ, ഇരുളിൽ വെളിച്ചം കണ്ടെത്താൻ. എത്ര കഷ്ടതകൾ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിനും പ്രത്യാശയ്ക്കും എപ്പോഴും സാധ്യതയുണ്ടെന്ന് ഈ ഈസ്റ്റർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ഈസ്റ്റർ നമുക്ക് പ്രത്യാശയോടുകൂടി ജീവിക്കാം. സന്തോഷകരമായ ഒരു ഈസ്റ്റർ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.